ഇന്ന് ലോക കൺസ്യൂമർ മേഖലയിലേക്ക് ആവശ്യമുള്ള അത്രയും കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മിക്കാൻ ലോകത്ത് സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ന് ലോകത്ത് വളരെ സങ്കീർണമായ നാനോ ചിപ്പുകൾ നിർമ്മിക്കാൻ തൈവാൻ സെമി കണ്ടക്ടർ ലിമിറ്റഡ്, കൊറിയയിലെ സാംസങ് ഫൗണ്ടറി, അമേരിക്കയിലെ ഇന്റൽ ഫൗണ്ടറി സർവീസ് പോലുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അവരുടെ ഡിസൈനിങ് സംവിധാനങ്ങൾ നോക്കിയാലോ, GPU CPU ഡിസൈനിങ് നടക്കുന്നത് അമേരിക്കയിലെ തന്നെ NVIDIA കോർപ്പറേഷനിലും ഇന്റൽ AMD തുടങ്ങിയ ഭീമന്മാരിലുമാണ്. ഇനി സ്നാപ്ഡ്രാഗൺ പോലുള്ള ലോകോത്തര മൊബൈൽ ചിപ്പുകളാണെങ്കിൽ അമേരിക്കയിലെ തന്നെ ക്വാൽകോമിലും, അനുബന്ധ കണക്ടിവിറ്റി മറ്റ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളാണെങ്കിൽ അമേരിക്കയിലെ തന്നെ ബ്രോഡ്കോമിലുമാണ് പ്രധാനമായും നടക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിന്റെ മറ്റൊരു പ്രധാന ഘടകമായ റാം മെമ്മറി ചിപ്പുകൾ നിർമ്മിക്കുന്നത് പ്രധാനമായും ലോകത്തിലെ 3 കമ്പനികളാണ്. കൊറിയയിലെ സാംസങ്, SK ഹൈനിക്സ്, പിന്നെ അമേരിക്കയിലെ മൈക്രോൺ എന്നീ 3 കമ്പനികൾ. ലോകത്തിലെ DRAM അഥവാ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ചിപ്പ് നിർമ്മാണത്തിൽ ഈ 3 കമ്പനികൾ മാത്രമാണ് ആധിപത്യം പുലർത്തുന്നത്. നമ്മൾ സാധാരണ കാണുന്ന കോർസെയർ, G-Skill, കിങ്സ്റ്റൺ തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ ആ 3 കുത്തക കമ്പനികൾ ഉണ്ടാക്കിയ ചിപ്പുകളെ ഫിനിഷ്ഡ് സ്റ്റിക്കുകളായി കൂട്ടിച്ചേർക്കുന്നു എന്ന ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇക്കാര്യത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഇവരെ ആശ്രയിക്കാതെ ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനാവില്ല. ചൈനയിൽ ഒരു TSMC എങ്കിലും ഇല്ലായിരുന്നെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളുടെ കൺസ്യൂമർ മേഖലയിലെ കമ്പ്യൂട്ടർ ടെക്നോളജി ഇന്ന് ഒരു 20 വർഷമെങ്കിലും പിറകിലായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇക്കാരണം കൊണ്ട് തന്നെ ഇന്ന് ലോകം ഒരു വലിയ റാം പ്രതിസന്ധി നേരിടുകയാണ്. റാം ചിപ്പുകളുടെ ലഭ്യതക്കുറവ് കാരണം അവക്ക് ക്രമാതീതമായ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ആഗോള ക്ഷാമത്തിന് പിന്നിലെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികളാണെന്നാണ് പറയപ്പെടുന്നത്. AI വിപണി അതിവേഗം വളരുന്നതിനാൽ ഓപ്പൺ AI, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ്. AI പ്രവർത്തനങ്ങൾ ഒരു കമ്പനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രോസസ്സിംഗ് പവറുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വലിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാനുള്ള മത്സരം അവർ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ AI കമ്പനികൾ പ്രീമിയം വില നൽകാൻ തയ്യാറായതിനാൽ മെമ്മറി ഘടക നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് AI കമ്പനികൾക്ക് മുൻഗണന നൽകുകയും വീണ്ടും വില കുറഞ്ഞ കൺസ്യൂമർ ടെക് വിപണിക്ക് ഈ ഘടകങ്ങൾ ലഭ്യമാകാതെ വരികയും ഇത് ആഗോള ക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. AI ഡാറ്റാ സെന്ററുകൾക്കായുള്ള ഈ വൻ ഡിമാൻഡ് റാം നിർമ്മാതാക്കൾ സ്റ്റാൻഡേർഡ് DDR4, DDR5 റാം പ്രൊഡക്ഷനിൽ നിന്ന് ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറിയിലേക്ക് അഥവാ HBMലേക്ക് അവരുടെ ശേഷി തിരിച്ചുവിടാൻ കാരണമായി. ഇത് വിലകൾ കുതിച്ചു വരുന്നതിന് നേരിട്ട് കാരണമാവുകയും ഇനി PCകൾ, സ്മാർട്ട് ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ എല്ലാം ലഭ്യത കുറയുന്നതിനും ഈ 2028 വരെയെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു വിലക്കയറ്റത്തിനും വിതരണ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുമെന്ന് ഈ മേഖലയിലെ ടെക് വിദഗ്ധർ പ്രവചിച്ചു കഴിഞ്ഞു. AI സെർവറുകളിൽ മെമ്മറിയുടെ വലിയ അളവിലുള്ള ആവശ്യകതയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പുതിയ AI സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റാം പ്രൊഡക്ഷൻ റിസോഴ്സുകൾ സ്റ്റാൻഡേർഡ് റാമിൽ നിന്ന് AI ആക്സിലേറ്ററുകൾക്ക് ആവശ്യമായ HBM നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിടുന്നതിലൂടെ കൂടുതൽ ലാഭകരമായ HBM നിർമ്മാണത്തിന് മുൻഗണന നൽകി ഈ പുതിയ സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി നിലവിലെ DDR4 ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യമെന്നും പറയപ്പെടുന്നു. ഇത് പഴയ സിസ്റ്റങ്ങൾക്കുള്ള റാം വിതരണത്തിൽ വലിയ ഒരു വിടവാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പുതിയ മെമ്മറി ഫാബുകൾ നിർമ്മിക്കാൻ വർഷങ്ങൾ എടുക്കും എന്നതിനാൽ പെട്ടെന്നുള്ള ഡിമാൻഡ് വർധനവിനെ നേരിടാൻ നിലവിലെ വിതരണ സംവിധാനങ്ങൾക്ക് കഴിയില്ല. ഇക്കാരണത്താൽ തന്നെ വൻകിട കോർപ്പറേഷനുകളും സർക്കാർ സംവിധാനങ്ങളും മെമ്മറി ചിപ്പുകൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ്. ഇത് മറ്റൊരു പ്രശ്നമാണ്. ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, SSDകൾ എന്നിവയെ പോലും ഈ ക്ഷാമം ബാധിച്ചു കഴിഞ്ഞു. PC നിർമ്മാതാക്കളും സാധാരണ ഉപഭോക്താക്കളും ഇന്ന് ഗണ്യമായി ഉയർന്ന ചെലവുകളും ഉൽപ്പന്ന ദൗർലഭ്യവും നേരിടുന്നു. ഈ ക്ഷാമം പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പല റിപ്പോർട്ടുകളും ഇത് 2028 വരെയെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കമ്പ്യൂട്ടറുകളിൽ വിവരം അഥവാ ഡാറ്റ ശേഖരിച്ചു വെക്കാനുള്ള ഒരു ഉപാധിയാണ് റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടാൽ വിവരങ്ങൾ മാഞ്ഞു പോകുന്ന തരം മെമ്മറി സ്റ്റോറേജ് ഉപാധികളെയാണ് സാധാരണ നമ്മൾ റാം എന്ന് വിളിക്കാറുള്ളത്. വിവരങ്ങൾ ക്രമരഹിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനാലാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് ഇതിന് പേര് വന്നത്. ശേഖരിച്ചു വച്ചിരിക്കുന്ന വിവരം റാമിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചെടുക്കാൻ കഴിയും. ഇക്കാരണത്താൽ മിക്ക റോം, റീഡ് ഓൺലി മെമ്മറികളും ഫ്ലാഷ് മെമ്മറികളും റാൻഡം ആക്സസ് മെമ്മറി വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. റാൻഡം ആക്സസ് മെമ്മറി അഥവാ ക്രമരഹിത വിവര ശേഖരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഓഡിയോ കാസറ്റും ഓഡിയോ CD യും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ തന്നെ മതി.
ഓഡിയോ കാസറ്റിൽ രണ്ടാമത്തെ പാട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ ആദ്യത്തെ പാട്ട് കഴിയണം, അല്ലെങ്കിൽ ടാപ്പ് വേഗത്തിൽ ഓടിച്ച് അവിടെ എത്തണം. എങ്ങനെയാണെങ്കിലും ഒന്ന് കഴിയാതെ രണ്ടാമത്തേതിൽ എത്താൻ കഴിയില്ല. ഇതിനെ സീക്വൻഷ്യൽ ആക്സസ് എന്നാണ് പറയുന്നത്. പക്ഷേ CD-യിൽ നമുക്ക് ആവശ്യമുള്ള പാട്ടിലേക്ക് നമുക്ക് നേരിട്ടെത്താൻ സാധിക്കും. എത്ര പാട്ടുകൾ ഉണ്ടെങ്കിലും അത് CD-യുടെ ഏത് ഭാഗത്താണ് ശേഖരിച്ച് വച്ചിരിക്കുന്നതെങ്കിലും നേരിട്ട് ചെന്ന് ഏത് പാട്ടും എടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ വിവരങ്ങൾ എടുക്കുന്നതിനാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഘടകമായ പ്രോസസ്സറുകൾക്കകത്ത് വളരെ വേഗതയേറിയ ഒരു ചെറിയ മെമ്മറിയുണ്ട്. SRAM ബിൽറ്റ് ഇൻ ചിപ്പ് അഥവാ L1, L2, L3 ക്യാഷ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പ്രോസസ്സർ അതിൻ്റെ ഇന്റേണൽ ക്യാഷെ എന്ന ഈ മെമ്മറി അടിയന്തര ആവശ്യങ്ങൾക്കായാണ് ഉപയോഗപ്പെടുത്തുന്നത്. നല്ല പെർഫോമൻസ് ഉണ്ടാക്കാനായി CPU-വിൻ്റെ കൺട്രോളർ ഈ ഡാറ്റ ഫ്ലോ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നു. സാധാരണയായി ആക്സസ് ചെയ്യുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും താൽക്കാലികമായി സ്റ്റോർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനാൽ CPU-വിന് താരതമ്യേന അതിലും കുറഞ്ഞ വേഗതയിലുള്ള മെയിൻ മെമ്മറിക്കായി കാത്തിരിക്കാതെ തന്നെ ടാസ്കുകൾക്ക് വേഗത കൂട്ടാൻ സാധിക്കും. ചുരുക്കത്തിൽ RAM പ്രൊഡക്ഷൻ ലൈനുകളുടെ ഈ ലഭ്യതക്കുറവ് പ്രോസസ്സറുകളുടെയും വില വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയേക്കും എന്നാണ് അർത്ഥം. 2023-ലും 2024-ലും GPU ക്ഷാമം ഉണ്ടായപ്പോൾ വിലകൾ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് GPU വിലകൾ വീണ്ടും സ്ഥിരത കൈവരിക്കുകയുണ്ടായി. SSD-കൾ വ്യാപകമാവുന്നതിന് മുമ്പ് ഹാർഡ് ഡിസ്കുകൾക്ക് ക്രമാതീതമായി വില വർദ്ധിച്ചിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അത് വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നതും നമ്മൾ കണ്ടതാണ്. അതിനാൽ വലിയ അത്യാവശ്യങ്ങൾ ഇല്ലെങ്കിൽ ഒരു വർഷമോ അതിൽ കൂടുതലോ കാത്തിരിക്കുക എന്നത് ഒരു പക്ഷേ ഈ പ്രതിസന്ധി നേരിടാൻ നല്ലൊരു ഓപ്ഷനായിരിക്കും. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.